ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെ എന്തുമായിക്കൊള്ളട്ടെ. മഹാത്മജിയുടെ ജീവിതത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, എന്തു വന്നാലും ട്രൂത്ത് അറ്റ് എനി കോസ്റ്റ്. എന്ത് സംഭവിച്ചാലും സത്യം. അതേതാണ്? അതിനുവേണ്ടി നമ്മൾ നിലനിൽക്കുക. നമ്മൾ ദൈവമക്കളാണ്. സത്യമായത് ഒക്കെയും, പിന്നീട് എന്താണ്? സത്യമായതൊക്കെയും ഘനമായതൊക്കെയും. ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ജീവിതം തന്നെ അങ്ങ് കളയുന്നവരാണ്. തീരെ ചെറിയ കാര്യം നമ്മൾ തന്നെ ചിലപ്പോൾ പറയാറുണ്ട്, എല്ലാം പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ ഇരുന്നു? ഉള്ളി പൊളിച്ച പോലെ ഇരുന്നു. പക്ഷെ നമ്മൾ അനേക ആഴ്ചകൾ, അനേക മാസങ്ങൾ നമ്മുടെ ടെലഫോണിന് ഒരു റെസ്റ്റും ഇല്ലായിരുന്നു, നമുക്കൊരു സ്വസ്ഥതയില്ലായിരുന്നു. നമ്മളിത് ഒന്ന് പറഞ്ഞ്, രണ്ട് പറഞ്ഞ്, ഒരാളിനോട് പറഞ്ഞ്, രണ്ടുപേരോട് പറഞ്ഞ് നമ്മളിതങ്ങ് ഓണമാക്കി, ഓണച്ചന്ത പോലാക്കി. ഘനമായതൊക്കെ എന്താ അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം? എന്താ അതുകൊണ്ട് നമ്മുടെ സഭയ്ക്കുള്ള പ്രയോജനം? എന്താണ് അതുകൊണ്ടുള്ള നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പ്രയോജനം? ഘനമായതൊക്കെയും നീതി ആയതൊക്കെയും, പിന്നെയോ നിർമ്മലമായത് ഒക്കെയും രമ്യമായതൊക്കെയും. രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വളരെ പ്രായോഗികമായ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷെ വിഘടിച്ചിരിക്കുന്ന രണ്ടുപേരെ തമ്മിൽ രമ്യതപ്പെടുത്തണമെങ്കിൽ വളരെ അനായാസമായിട്ട് അത് നടക്കത്തില്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, അവൻ സമാധാനം കെടുത്തുന്നവനല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ രമ്യമായ കാര്യങ്ങൾ പറയണം. മറ്റുള്ളവർക്ക് സ്വസ്ഥത ലഭ്യമാകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നവരാകണം. ഹല്ലേലൂയ. രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും, സൽകീർത്തി നല്ല കാര്യങ്ങൾ, പ്രശംസനീയമായ കാര്യങ്ങൾ, സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളി. നോക്കൂ, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രമാണം ഉണ്ടായിരിക്കണം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന് അടിസ്ഥാനപരമായ ഒരു പ്രമാണം ഉണ്ടായിരിക്കണം. പ്രമാണത്തിൽ ജീവിക്കുന്ന ഒരുവനെ വീഴ്ത്താൻ സാധ്യമല്ല, എളുപ്പമല്ല. അവനെ കുലുക്കാൻ സാധിക്കും, അവനെ വീഴ്ത്താൻ സാധിക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? നീതിമാൻ കുലുങ്ങി പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കയില്ല. ഹല്ലേലൂയ. യെരൂശലേമിനെ ചുറ്റി പരിപാലിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ ചുറ്റി പരിപാലിക്കുന്നവനാണ്. നീതിമാനെ വീഴ്ത്തുവാൻ സാധ്യമല്ല. ഇന്ന് പോൽക്കാലം നിങ്ങളിത് ഹൃദയത്തിൽ ഗ്രഹിക്കുക. ഈ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്താണത്? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരുവിള പറയാത്തവൻ. ആമേൻ. നാവ് കൊണ്ട് കുരുള പറയാത്തവൻ. നാവ് കൊണ്ട് നമ്മൾ കുരുള പറയുന്നവനാകരുത്. എന്താ കാര്യം? കുരുവിള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലർക്കും, ആ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നാവ് കൊണ്ട് കുരുള പറയുക എന്ന് പറഞ്ഞാൽ അപവാദം പ്രചരിപ്പിക്കുക. നമ്മൾ അപവാദം പ്രചരിപ്പിക്കരുത്. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപവാദം പ്രചരിപ്പിക്കരുത്. അതിന് ഒരു എക്സ്ക്യൂസുമില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അപവാദം പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പണ്ട് വായിച്ചൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ഒരു ചെറുപ്പക്കാരൻ ഒരു കത്തോലിക്ക സന്യാസിയെ പോയി കണ്ടിട്ട് ആ സന്യാസിയോട് പറഞ്ഞു, ഞാനൊരു അപവാദം പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. അതൊന്ന് നേരെയാക്കി എടുക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. ഈ സന്യാസി, അച്ഛൻ, സന്യസിക്കുന്ന ആ പുരോഹിതൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ കുറച്ച് പഞ്ഞി എടുക്കാൻ പറഞ്ഞു. പഞ്ഞി. എന്നിട്ട് നിന്റെ ആ ഗ്രാമത്തിലുള്ള സകല വീടുകളുടെയും വാതുക്കെ കൊണ്ടുപോയി ആ പഞ്ഞി വെക്കാൻ പറഞ്ഞു. വെച്ചു. എന്നിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം പറഞ്ഞു ചെന്ന് അത് പെറുക്കിക്കൊണ്ട് പോരാൻ പറഞ്ഞു. ഇതുപോലാണ് അപവാദം. അപവാദം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവമക്കൾ അപവാദം പ്രചരിപ്പിക്കുന്നവരാകരുത്. വളരെ വ്യക്തമല്ലേ ഇത്? ഇതിനെന്തെങ്കിലും വ്യാഖ്യാനം ആവശ്യമുണ്ടോ? നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലുപരിയായ ഒരു വ്യാഖ്യാനം ഇന്ന് പകൽക്കാലം ഞാൻ അതിന് നൽകുന്നില്ല. നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ. മാത്രമല്ല, നമ്മൾ വഷളനെ നിന്ദ്യനായി എണ്ണണം. വഷളനെ നിന്ദ്യനായി എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ? വഷളൻ പോകുന്നുണ്ടെ മൈക്ക് വെച്ച് വിളിച്ച് പറയണം, എന്താണ്ട വഷളൻ പോകുന്നു,
ഞാൻ അവനെ നിന്ദ്യനായി എണ്ണുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കേടുപാട് സംഭവിക്കും. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയല്ല. ഞാൻ മനുഷ്യൻ രണ്ടുപേര് ഒരു കണ്ടത്തിന്റെ വരമ്പേ കൂടെ പോവുക. ഒരുത്തന് ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരിക, മറ്റവൻ വേറൊരു സൈഡിൽ കൂടെ വരിക. ഒരുത്തൻ പറഞ്ഞു, വൃത്തികെട്ടവന്മാരെയും ആഭാസന്മാരെയും അതുപോലുള്ളവരെയും ഒന്നും കണ്ടാൽ ഞാൻ ഒരിക്കലും മാറിക്കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ വരമ്പേ തന്നെ അങ്ങ് നിൽക്കുക. മറ്റവൻ പറഞ്ഞു, അങ്ങനെയുള്ളവരെ കണ്ടാൽ ഉടനെ ഞാൻ അങ്ങ് മാറിക്കൊടുക്കും, അതാണ് എന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞ് അവനങ്ങ് മാറിപ്പോയി. മാറിപ്പോകാമെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിന്റെ മനസ്സിൽ ഓർത്തോണം, ഇവൻ ആരാ? വഷളനാ, ക്ഷീണം ഉണ്ടാക്കുന്ന കേസായത്, ഒഴിഞ്ഞങ്ങ് പൊക്കോണം. വഴക്കെറിഞ്ഞിട്ട് പിടിക്കുന്നവനല്ല ദൈവത്തിന്റെ പൈതല്, അത് ഒഴിഞ്ഞു പോകുന്നവനാണ് യഥാർത്ഥ ബുദ്ധിയുള്ളവൻ. നമുക്ക് ജീവിത പ്രമാണം ഉണ്ടായിരിക്കണം. നമ്മൾ ആരാണ്? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായി നടന്ന്. ഇവിടെ പേര് പറയുന്നത് കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. OJ ജോസഫ് എന്ന് വിളിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു പണ്ട്, പഴയ തലമുറയിൽപ്പെട്ട ഒരു പാസ്റ്റർ. അപ്പൊ പുള്ളിക്കാരന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സഭാ ശുശ്രൂഷയൊന്നും ഇല്ലാതായപ്പോ പിന്നെ അങ്ങ് ഫ്രീ ആയല്ലോ. അപ്പൊ മിക്കവാറും ഇങ്ങനെ വീടുകളിലൊക്കെ ചെല്ലും. അപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ചോദിക്കുന്നത്, അച്ചായ കേട്ടോ, അറിഞ്ഞോ എന്നും പറഞ്ഞാ വരുന്നത്. എവിടെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണും. പുള്ളിക്കാരൻ ഇതിന്റെ ഒരു മൊത്തം ഹോൾസെയിൽ ഏജന്റാ. വൈകുന്നേരമാകും ഒരു 10 വീട്ടില് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുക. അപ്പൊ കേട്ടോ എന്ന് ചോദിച്ചോണ്ടാ വരുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു കഴിയുമ്പോൾ ഈ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഉള്ളൂ, പുള്ളി കുളച്ച പോലെ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളില്ല. നമ്മുടെ ഇടയിൽ പലപ്പോഴും നമുക്ക് പരാജയം സംഭവിക്കുന്നത് യഥാർത്ഥത്തിന് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടല്ല, നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ടാണ്. നിങ്ങൾ ഇന്ന് പോൽക്കാലം ഓർക്കണം, ഞാൻ ഗൗരവമായ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഈ സഭയെ ദൈവം ഇവിടെ ആക്കിയത് നമ്മൾ സഭ അഭിനയിക്കാനല്ല. ഈ സഭയെ ദൈവം ഇവിടെ ആക്കിയത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ സഭ നന്നായി പോകുന്നു എന്ന് കാണിക്കുവാനല്ല. നമുക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവ് നമ്മെ നോക്കുമ്പോൾ, ഞാൻ അവരെ ആക്കിയ സ്ഥാനത്ത് അവർ മനോഹരമായി പോകുന്നുവെന്ന് ദൈവം നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയാകണം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, വഷളനെ നമ്മൾ നിന്ദ്യനായി എണ്ണണം. ഒന്ന് വായിച്ചേ, 50-ാം സങ്കീർത്തനം അതിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ചേ. തെറ്റ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല, എന്നാൽ അതൊന്നും വഴക്കിന് കാരണമാക്കി തീർക്കുവാനല്ല. വേദപുസ്തകം നമ്മോട് പറയുന്നത് നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മളുടെ സൗമ്യതയുടെ ലക്ഷണം എന്താ? ശാന്തശീലം, സൗമ്യത. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാക്യം നോക്കുക, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നോക്കൂ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ യഹോവയോട് വാക്കു പറഞ്ഞു പോയി, എനിക്ക് മാറിക്കൂടാ. ഞാൻ യഹോവയോട് വാക്കു പറഞ്ഞു പോയി, എനിക്ക് മാറിക്കൂടാ. ദൈവം നമ്മളോട് പറയുന്ന വാക്ക് മാറ്റിയാൽ നമ്മുടെ സ്ഥിതി എന്താകുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവം കാലാകാലങ്ങളിൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ മാറ്റിയാൽ നമ്മുടെ സ്ഥിതി എന്താകും? അങ്ങനെയാണെങ്കിൽ നമ്മൾ കാലാകാലങ്ങളിൽ വാക്കുമാറി പറയുന്നവരാകുവാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ പ്രകൃതം മാറ്റുവാൻ അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ ഉയരത്തിൽ വിശ്വസ്തനായി പാർക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ജീവനുള്ളവരുടെ ദേശത്തായിരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണെന്ന് ഓർക്കുക, ദൈവത്തിന്റെ കരുണയാണെന്ന് ഓർക്കുക. ദൈവത്തിന്റെ നീതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ വിശുദ്ധി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ ആ സ്വഭാവങ്ങൾ എന്തെങ്കിലും നമുക്ക് അതുപോലെ അതേ അർത്ഥത്തിലും പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അനുകരിക്കുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. എന്നാൽ കഴിയുന്നിടത്തോളം നമ്മൾ ദൈവത്തെ അതിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ദൈവികമായ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഇംഗ്ലീഷിൽ നിന്നുള്ള അതിന്റെ പരിഭാഷ ഇങ്ങനെയാണ്. അത് ഞാൻ NIV-യിൽ നിന്നാണ് പറയുന്നത്. Who keep the oath even when it hurts എന്ന് പറഞ്ഞാൽ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ എന്ന് പറയുമ്പോൾ, ഞാനത് സത്യം ചെയ്തു, പക്ഷെ അത് നിവർത്തിക്കേണ്ടി വന്നപ്പോൾ എനിക്കൊരു നഷ്ടം സംഭവിച്ചു, എന്നാലും ഞാനത് ചെയ്യുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള അതിന്റെ യഥാർത്ഥ പരിഭാഷ നോക്കുമ്പോൾ അതല്ല. ആ സത്യം ഞാൻ നിറവേറ്റുന്നത് എനിക്ക് മുറിവേൽക്കുന്നത് പോലെ വേദനാജനകമായാലും എൻ്റെ ദൈവത്തോട് ഞാൻ വാക്ക് പറഞ്ഞു, എനിക്ക് മാറിക്കൂടാ. അത്രമാത്രം നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ
ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നമ്മൾ ദൈവസന്നിധിയിൽ പ്രമാണമുള്ളവരായി നിൽക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മൾ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. എൻ്റെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ തീരുമാനിക്കും.